ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യൈ നമ. ഓം നമ ചണ്ഡികായൈ. ഹരി ഓം. ശ്രീമദ് ദേവി മാഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. നമ്മൾ രണ്ടാം അധ്യായം, അതായത് മധ്യചരിതത്തിലെ ആദ്യത്തെ അധ്യായമാണ് മഹിഷാസുര സൈന്യവധം എന്ന അധ്യായം. അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ വലിയ ഒരു അധ്യായമാണ്. അതിലേകദേശം നമ്മളൊരു 55 വരെയുള്ള ശ്ലോകങ്ങളൊക്കെ പഠിച്ചു. ഇന്ന് നമുക്ക് ഒരു 5-6 ശ്ലോകങ്ങളും കൂടെ ഇന്ന് പഠിക്കാം. അപ്പോൾ ഇന്ന് 40ാമത്തെ ദിവസമാണ് നമ്മൾ പഠിക്കുന്നത്. 40 ദിവസം കൊണ്ട് നമ്മൾ 2ാം അധ്യായം വരെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് എത്ര ദിവസം എടുക്കുമല്ലേ ഇങ്ങനെ പോയാൽ? സാരമില്ല, നമുക്ക് പതുക്കെ നന്നായി പഠിച്ചു പോകാം. അപ്പോൾ ഇന്ന് പഠിക്കുന്ന ഭാഗം ഞാൻ പഴയ പുസ്തകത്തിൽ നിന്നൊന്ന് വായിക്കാം. ആ പഴയ പുസ്തകത്തിൽ വായിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, മറ്റേ ബാക്കി എല്ലാ പുസ്തകങ്ങളിലും 2 ലൈൻ 4 ലൈനായിട്ട് ഒരു ശ്ലോകം എഴുതിയിരിക്കുന്നു. ഇവിടെ 2 ലൈനായിട്ട് എഴുതുന്ന 16 അക്ഷരം വരുന്ന 2 ലൈനായിട്ട് 32 അക്ഷരങ്ങളെ കൂട്ടിച്ചേർത്താണ് ശ്ലോകം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ചിലരൊക്കെ കൂട്ടിയൊക്കെ എഴുതിയിട്ടുണ്ട്. വായിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ പഴയ പുസ്തകം ഉള്ളവർക്കും പഠിക്കണമല്ലോ, അതുകൊണ്ട് അവർക്കും കൂടി വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം വായിക്കുകയാണ്. 40ാം ദിവസം നമുക്കിന്ന് പഠിക്കേണ്ട ഭാഗം വായിക്കാം. പാതയാമാസ ചൈവാന്യാൻ ഖണ്ഡാസുന വിമോഹിതാൻ അസുരാൻ ഭുവി പാശേന ബദ്ധ്വാ ചാന അന്യാനകർഷയത്. കേചിദ്വിധാ കൃതാ തീഷ്ണൈഃ ഖഡ്ഗപാദൈസ്തഥാപരേ വിബോധിതാ നിപാതേന ഗദയാ ഭുവിശേരദേ. വേമുശ്ച കേചിദ്രുധിരം മുസലേന ഭൃശം ഹതാഃ കേചിത് നിപതിതാ ഭൂമൗ ഭിന്നാശൂലേന വക്ഷസി നിരാകൃതാ ശരൗഖേണ കൃതാ കേചിരണാജിരേ സേനാനുകാരിണ പ്രാണാൻ മുമുജുസ്തൃതശാർദനാഃ. കേഷാഞ്ചിത് ബാഹവച്ഛിന്നാശ്ചിന്നഗ്രീവാസ്തഥാപരേ ശിരാംസി പേതുരന്യേഷാം അന്യേ മധ്യേ വിതാരിതാഃ. വിച്ഛിന്നജംഘാസ്ത്വപരേ പേതുരുർവ്യാം മഹാസുരാഃ ഏകബാഹു അക്ഷിചരണാഃ കേചിദ്ദേവ്യാ ദ്വിധാ കൃതാഃ. ഛിന്നേപി ചാന്യേ ശിരസി പതിതാ പുനരുദ്ധിതാഃ കബന്ധാ യുയുധുർദേവ്യാ ഗൃഹീത പരമായുധാഃ. ഇതിൽ നമുക്ക് വാക്കുകൾ പിരിച്ചു പറയാം. ച ഏവ അന്യാൻ ചൈവാന്യാൻ. ച അന്യാൻ അകർഷയത് ചാന്യാനകർഷയത്. ചാന്യാനകർഷയത്. കേചിത് ദ്വിധ കൃതാഃ തീഷ്ണൈഃ ഖഡ്ഗപാദൈഃ തഥാ അപരേ ഖഡ്ഗപാദൈസ്തഥാപരേ. വേമുശ്ച കേചിത് രുധിരം കേചിദ്രുധിരം. ദ പ്ലസ് രാ വന്നപ്പോൾ അത് ദേറായായി മാറി. കേചിദ്രുധിരം ദേറാധിരം അങ്ങനെ. കേചിത് നിപതിത കേചിത് നിപതിത. ത പ്ലസ് നാ വന്നപ്പോൾ അത് ഇന്നായി മാറി.
കേചിത് രണാജിരേ, കേചിത് രണാജിരേ, കേചിദ്രണാജിരേ ദറ. മുമുജുഹു ത്രിദശാർദ്ധനാഹ, ത്രിദശഃ അർദ്ധനാഹ, മുമുജുഹു ത്രിദശാഹ അർദ്ധനാഹ, മുമുജുസ്ത്രിദശാർദ്ധനാഹ. ബാഹവഃ ഛിന്നഃ ഛിന്നഃ ഗ്രീവാः തഥാ അപരേ, ബാഹവശ്ഛിന്നാച്ഛിന്നഗ്രീവാസ്തഥാപരേ. ബാഹവഃ ഛിന്നാः ഛിന്നാः ഗ്രീവാः തഥാ അപരേ, ബാഹവശ്ഛിന്നാച്ഛിന്നഗ്രീവാസ്തഥാപരേ. പേതുഃ അന്യേഷാം അന്യേ, പേതുരന്യേഷാമന്യേ. വിച്ഛിന്നജംഘാഃ ത്വപരേ, വിച്ഛിന്നജംഘാസ്തു അപരേ, ജംഘാസ്തു അപരേ, ജംഘാസ്തു അപരേ. പേതുഃ ഉർവ്യാം, പേതുരുർവ്യാം. This is a reminder. Alexa, stop. ഏകബാഹു അക്ഷി ചരണാഃ, ഏകബാഹു അക്ഷി ചരണാഃ. കേചിത് ദേവ്യാ, കേചിത് ദേവ്യാ. ച അന്യേ ചാന്യേ. പുനഃ ഉദ്ധിതാഃ, പുനരുദ്ധിതാഃ. യുയുധുഃ ദേവ്യാ, യുയുധുർദേവ്യാ. ഇത്രയേ ഉള്ളൂ പിരിച്ച് പറയാം. ഇനി നമ്മൾക്ക് ഓരോ ശ്ലോകം എടുത്തിട്ട് അർത്ഥം നോക്കാം. അതായത് ആദ്യം ഞാൻ ആ വാക്കുകളൊന്ന് ശരിക്ക് പറയാൻ, വായിക്കാൻ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് പാതയാമാസ ച ഏവ അന്യൻ, ഞാൻ പിരിച്ചാണ് പറയുന്നത്, ഓരോ വാക്കുകളായിട്ട് പറയാം. ച ഏവ അന്യാൻ ചൈവാന്യാൻ ഖണ്ഡാസ്വന വിമോഹിതാൻ അസുരാൻ ഭുവി പാശേന ബദ്ധ്വാ ച അന്യാൻ അകർഷയത്. കേചിത് ദ്വിധാ കൃതാഃ തീഷ്ണൈഃ ഖഡ്ഗപാതൈഃ തഥാ അപരേ. വിബോധിത നിപാതേന ഗദയാ ഭുവിശേരത്തെ. വേമുഃ ച കേചിത് രുധിരം മുസലേന ഭൃശം ഹതാഃ. കേചിത് നിപതിത ഭൂമൗ ഭിന്നാഃ ശൂലേന വക്ഷസി. നിരന്തരാഃ ശരൗഖേണ കൃതാഃ കേചിത് രണാജിരേ. സേനാനുകാരിണഃ പ്രാണാൻ മുമുജുഃ ത്രിദശാർദ്ധനാഃ. കേഷാഞ്ചിത് ബാഹവഃ ഛിന്നാഃ ഛിന്നഗ്രീവാः തഥാ അപരേ. ശിരാംസി പേതുഃ അന്യേഷാം അന്യേ മധ്യേ വിദാരിതാഃ. വിച്ഛിന്നജംഘാഃ ത്വപരേ. പേതുഃ ഉർവ്യാം മഹാസുരാഃ. ഏകബാഹു അക്ഷി ചരണാഃ. കേചിത് ദേവ്യാ ദ്വിധാ കൃതാഃ. ഛിന്നേപി ച അന്യേ ശിരസി പതിതാഃ പുനഃ ഉദ്ധിതാഃ. കബന്ധ യുയുധുഃ ദേവ്യാ ഗൃഹീത പരമായുധാഃ. ഇനി വായിക്കാം. പാതയാമാസ ചൈവാന്യാൻ ഖണ്ഡാസ്വന വിമോഹിതാൻ അസുരാൻ ഭുവി പാശേന ബദ്ധ്വാ ചാന്യാകർഷയത്. ചാന്യാനകർഷയത്. കേചിദ്വിധാ കൃതാ തീഷ്ണൈഃ ഖഡ്ഗപാദൈസ്തഥാ പരേ. വിബോധിതാ നിപാതേന ഗദയാ ഭുവിശേരതെ. വേമുശ്ച കേചിദ്രുധിരം മുസലേന ഭൃശം ഹതാഃ. കേചിന്നിപതിതാ ഭൂമൗ ഭിന്നാശൂലേന വക്ഷസി. നിരന്തരാ ശരൗഖേണ കൃതാ കേചിൽ രണാജിരേ. സേനാനുകാരിണ പ്രാണാൻ മുമുജുസ്ത്രിദശാർദ്ധനാഃ.
കേഷാഞ്ചിത് ബാഹവച്ഛിന്നാഃ ഛിന്നഗ്രീവാസ്തഥാപരേ ശിരാംസി വേദുരന്യേഷാം അന്യേ മധ്യേ വിദാരിതാഃ വിച്ഛിന്നജംഘാസ്ത്വപരേ പേതുരുർവ്യാമഹാസുരാഃ ഏകബാഹ്വക്ഷിചരണാഃ കേചിദ്ദേവ്യാ ദ്വിധാ കൃതാഃ ഛിന്നേ ബീജാന്യേ ശിരസി പതിതാ പുനരുദ്ധിതാഃ കബന്ധാ യുയുധുർദേവ്യാ ഗൃഹീതപരമായുധാഃ. ഇത്രയും മതി. ഇനി നമ്മൾക്ക് ഓരോ ശ്ലോകം എടുത്തിട്ട് അർത്ഥം നോക്കാം. പാദയാമാസ ചൈവ അന്യാൻ, പാദയാമാസ പതിച്ചു, പതിപ്പിച്ചു, വീഴിച്ചു എന്നർത്ഥം. ച ഏവ അന്യൻ മറ്റ് ചിലരെ, ഘണ്ടാസ്വനം, ഘണ്ഡ എന്ന് പറഞ്ഞാൽ മണി, സ്വനം എന്ന് പറഞ്ഞാൽ സ്വരം. അപ്പം മണിയുടെ സ്വരം കൊണ്ട് വിമോഹിതാൻ, വിമോഹിതം മോഹം ഇല്ലാതെ, മോഹാലസ്യരായി, വിശേഷണ മോഹിതം മോഹം ഇല്ലാത്തവരായിട്ട്. അതാണ് ഖണ്ഡാസ്വന വിമോഹിതാൻ, മോഹമില്ലാത്തവരായി, അതായത് മോഹാലസ്യരായി പതിപ്പിച്ചു ചിലരെ. ആ മണിയുടെ സ്വരം കേട്ടപ്പം തന്നെ ചിലരൊക്കെ ഭൂമിയിൽ പതിച്ചു എന്നർത്ഥം. അസുരാൻ ഭുവി പാശേന ബദ്ധ്വാ ച അന്യാൻ അകർഷയത്. അകർഷയത് എന്ന് പറഞ്ഞാൽ വലിച്ചിഴയ്ക്കുക. അസുരന്മാരെ ഭുവി, ഭുവി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ, പാശേന പാശം കൊണ്ട്, പാശം കയറുകൊണ്ട് ബദ്ധ്വ ബന്ധിച്ചിട്ട്, ച അന്യാൻ മറ്റ് ചിലരെ, അകർഷയത് അതായത് ചിലരെ കയറുകൊണ്ട് കെട്ടിയിട്ട്, ബദ്ധ്വ എന്ന് പറഞ്ഞാൽ കെട്ടുക, അപ്പോൾ കയറുകൊണ്ട് കെട്ടിയിട്ട് വലിച്ചിഴച്ചു ഭൂമിയിൽ. മറ്റ് ചിലർ മണിയുടെ സ്വരം കേട്ട് ആ മണിയുടെ നാദത്താൽ മോഹാലസ്യരായി ഭൂമിയിൽ പതിച്ചു. അപ്പം ചിലരെ കയറ് കെട്ടി വലിച്ചഴച്ചു, മറ്റ് ചിലർ ആ മണിയുടെ ശബ്ദം കേട്ട് ഭൂമിയിൽ മോഹാലസ്യരായി വീണു. പാദയാമാസ ചൈവാന്യാൻ ഖണ്ഡാസ്വന വിമോഹിതാൻ അസുരാൻ ഭുവിപാശേന ബദ്ധ്വാചാന്യാൻ അകർഷയത്. അടുത്ത ശ്ലോകം. കേചിദ്വിധാ കൃതാ തീഷ്ണൈഃ ഖഡ്ഗപാദൈസ്തഥാപരേ വിമോധിതാ നിപാതേന ഗദയാ ഭുവിശേരതേ. ഇവിടെ കേചിത് ചിലർ, ദ്വയം രണ്ടാണ്, അതിൻ്റെ ഒരു ക്രിയാവിശേഷണമാണ് ദ്വിധ, രണ്ടാക്കി എന്നർത്ഥം. ചിലർ ദ്വിധാകൃത രണ്ടാക്കി ചെയ്തു. തീഷ്ണൈഹി, തീഷ്ണൈ എന്ന് പറഞ്ഞാൽ ക്രൂരമായിട്ട്, കൂടുതലായിട്ട് എന്നൊക്കെ അർത്ഥം. തീഷ്ണം. ചിലരെ രണ്ടാക്കി ചെയ്തു. എന്തുകൊണ്ട്? ഖഡ്ഗപാതൈ തഥാ, ഖഡ്ഗം എന്ന് പറഞ്ഞാൽ വാള്. ചിലർ ഖഡ്ഗം എന്ന് പറയും. ഗായികയല്ല, കായിക്കാണ്, ഖഡ്ഗമാണ് വാള്. ചിലരെ വാള് കൊണ്ട് രണ്ടാക്കി ചെയ്തു, രണ്ടാക്കി പതിപ്പിച്ചു, അല്ലെങ്കിൽ രണ്ടാക്കി ചെയ്തു ചിലരെ. തഥ അപരെ, അനന്തരം തഥ അപ്രകാരം വേറെ ചിലരെ, അപരെ എന്ന് പറഞ്ഞാൽ വേറെ ചിലരെ വിബോധിത നിപാതേന, വിബോധിത എന്ന് പറഞ്ഞാൽ പോധിത എന്ന് പറഞ്ഞാൽ പോധം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചതയ്ക്കുക, ചതച്ചരയ്ക്കുന്നതിനാണ് വിബോധം. അതാ വിശേഷേണ ബോധിതം ചെയ്തതുകൊണ്ട് വിബോധിത, ചതഞ്ഞു എന്നർത്ഥം. ചതച്ചരച്ചു, ചതച്ചു. നിപാതേന നിബധിച്ചു. ഗതയാ ഭുവി ശേരത എന്ന് പറഞ്ഞാൽ, അതായത് ഭുവി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മറ്റ് ചിലരെ ഗത കൊണ്ടടിച്ച്, ശേരതയെ അടിച്ച്, അതായത് ഗതയാ ഭുവി ശേരത എന്ന് പറഞ്ഞാൽ ഗത കൊണ്ടടിച്ച് ഭൂമിയിൽ ഇട്ടു. അതായത് ഭൂമിയിൽ വീണു ദേവിയുടെ ഗതയുടെ അടി കൊണ്ട്. ഗത കൊള്ളുമ്പോൾ എന്താ ചെയ്തേ? ഗത കൊണ്ട് ചതച്ചു എന്നാണ് പറയുന്നത്. വിബോധിത, ചതച്ചരച്ച് ഭൂമിയിലിട്ടു, നിബന്ധിപ്പിച്ചു.
അപ്പോൾ ആ ദേവി വാളുകൊണ്ട് ചിലരെ രണ്ടാക്കി ചെയ്തു, മറ്റേ ചിലരെ ഗദ കൊണ്ട് അടിച്ച് ചതച്ച് ഭൂമിയിലിട്ടു. ശരീരത്തെ വീണു, അല്ലെങ്കിൽ ശരീരത്തെ ഗദ കൊണ്ട് ചതച്ച് അടിച്ച് ചതച്ച് താഴെയിട്ടു. ഇനി അടുത്ത ശ്ലോകം. അപ്പം കേചിദ്വിധാകൃത തീഷ്ണൈഹി ഖഡ്ഗപാദൈസ്തഥാപരേ വിബോധിത നിപാതേന നിപതിച്ചു ഗതയാ ഭുവിശേരതേ, ഗത കൊണ്ട് അടിച്ചു വീഴ്ത്തി എന്നർത്ഥം. അപ്പം ചതഞ്ഞു പോയി അവരുടെ ശരീരം, അതാണ് വിബോധിത. അടുത്ത ശ്ലോകം. വേമുശ്ച കേചിദ് രുധിരം മുസലേന ഭൃശം ഹതാഹ കേചിദ് നിപതിത ഭൂമൗ ഭിന്ന ശൂലേന വക്ഷസി. വക്ഷസ് മാറാണ്, ശൂലേന ശൂലം കൊണ്ട്, ഭിന്നാഹ മുറിച്ചു, ഭിന്നമാക്കപ്പെട്ടു, ഭൂമൗ ഭൂമിയിൽ, നിപതിത വീണു, കേജിത് ചിലർ, ഹതാഹ കൊന്നു, ഭൃശം നല്ല പോലെ, ഭൃശം എന്ന് പറഞ്ഞാൽ നന്നായിട്ട്, മുസലേന മുസലം എന്ന് പറഞ്ഞാൽ ഉലക്കയാണ്, ഉലക്ക. കേജിത് മറ്റ് ചിലർ, രുധിരം രുധിരം എന്ന് പറഞ്ഞാൽ രക്തം, രക്തം, വേമുഹു വമിക്കുക എന്നുള്ള ക്രിയയിൽ നിന്നുണ്ടായതാണ് വേമുഹു. വമിക്കുക എന്ന് പറഞ്ഞാൽ ഛർദ്ദിക്കുക എന്നർത്ഥം. അപ്പം ചിലർ വേമുഹു രുധിരം രക്തം ഛർദ്ദിച്ചു, ചിലർ രക്തം ഛർദ്ദിച്ചു. എങ്ങനെ, എന്തുകൊണ്ട്? മുസലേന ഭൃശം ഹതാഹ, മുസലം ഉലക്ക, ഉലക്ക കൊണ്ട് നല്ല പോലെ അടിച്ചു. അത് ചിലർ ആ ഉലക്ക കൊണ്ട് അടി കൊണ്ടപ്പം ചോര ഛർദ്ദിച്ചു എന്നർത്ഥം, രക്തം ഛർദ്ദിച്ചു. പിന്നെ കേജി നിപതിത, മറ്റ് ചിലർ നിപതിതാഹ വീണു, ഭൂമൗ ഭൂമിയിൽ വീണു, ഭിന്നാഹ ശൂലേന വക്ഷസി, ശൂലം കൊണ്ട് മാറിൽ കുത്തിയത് കൊണ്ട് ചിലർ മാറ് പിളർന്ന ഭിന്നമാക്കപ്പെട്ട് ഭൂമിയിൽ വീണു. അപ്പോൾ ചിലരൊക്കെ ശൂലം കൊണ്ട് മാറിൽ കുത്തിയത് കൊണ്ട് ഭൂമിയിൽ വീണു, മറ്റ് ചിലർ ഉലക്ക കൊണ്ട് അടിമേടിച്ച് ചോര ഛർദ്ദിച്ച് ഭൂമിയിൽ വീണു. വേമുശ്ച കേജിരുധിരം മുസലേന ഭൃശം ഹതാഹ കേജിർ നിപതിത ഭൂമൗ ഭിന്നാശൂലേന വക്ഷസി. അടുത്ത ശ്ലോകം. നിരന്തരാ ശരൗഖേണ കൃത കേചിദ് രണാജിരേ സേനാനുകാരിണ പ്രാണാൻ മുമുജുസ്തൃദശാർദ്ദനാഹ. ഇവിടെ നിരന്തര, അത് ചില പുസ്തകത്തിൽ നിരാകൃത എന്നായിരിക്കും, ചിലയിടത്ത് നിരാകൃത എന്നും ചിലയിടത്ത് നിരന്തര എന്നും. ശരൗഖേണ, ശരം അമ്പാണ്, ഔഖം കൂട്ടമാണ്. അപ്പോൾ ഒരു ശരസമൂഹം കൊണ്ട്, അമ്പിൻ്റെ കൂട്ടം കൊണ്ട് കൃതാക ചെയ്തു. കേചിത് ചിലരെ, രണാജിരെ ആ യുദ്ധഭൂമിയിൽ, ആ കളത്തിൽ ചിലരെ ശരം കൊണ്ട്, ശരങ്ങളുടെ കൂട്ടത്താൽ, നിരാകൃതാഹ ചിലരെ ആ അമ്പുകൊണ്ട് യുദ്ധരംഗത്ത് അമ്പുകൊണ്ട് യുദ്ധം ചെയ്തു. ചിലരെ സേനാനുകാരിണ, സേനയെ അനുകരിക്കുന്നവർ, ആ സേനയെ അനുകരിക്കുന്നവരായ ചിലർ പ്രാണാൻ മുമുച്ചു, പ്രാണങ്ങളെ ത്യജിച്ചു, മോചിപ്പിച്ചു. മുമുച്ചുഹു എന്ന് പറഞ്ഞാൽ മോചിപ്പിക്കുക. അപ്പോൾ പ്രാണങ്ങളെ ത്യജിച്ചു. എങ്ങനെ? ത്രിദശ അർദ്ധനാഹ, ആ ത്രിദശന്മാർ, ത്രിദശ, നമ്മൾക്ക് മനുഷ്യർക്കൊക്കെ 3 ദശയുണ്ടല്ലേ, 3 അല്ല 4 ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, അങ്ങനെ 4 അവസ്ഥ. പിന്നെ 2 കൂടി ഉണ്ട്. ഒന്ന് അത് ആശ്രമങ്ങളാണ്, അതിൽ വരും. അപ്പം ഇവിടെ ഈ 4 അവസ്ഥയിൽ ഒരവസ്ഥ മാത്രമേ ദേവിക്കുള്ളൂ. എന്തുകൊണ്ട്? ദേവി അജയാണ്. പിന്നെ തന്നെയല്ല, ദേവിക്ക്
യുവതിയായിട്ട് മാത്രമേ ദേവി ഒരു ദശയിൽ മാത്രമുള്ളവളാണ്. അതുകൊണ്ട് ഇവിടെ ത്രിദശന്മാരെന്ന് പറഞ്ഞാൽ ദേവന്മാർ. അപ്പോൾ ആ ദേവന്മാരെ മർദ്ദിച്ചതുകൊണ്ട് ചിലർ മരിച്ചു വീണു, മർദ്ദിച്ചു. അതായത് ഈ ദേവന്മാരും ചില ദേവന്മാർക്കും ചിലർ പ്രാണനെ ത്യജിച്ചു. അതായത് സേനയെ അനുകരിക്കുന്ന ചിലർ പ്രാണൻ ത്യജിച്ചു, മരിച്ചു വീണു. ത്രിദശന്മാരുടെ അടിയേറ്റ് ചിലർ മർദ്ദനമേറ്റ് വീണു. അപ്പം നിരന്തരാശരൗകേണ, ശരം അമ്പാണ്, ഔകം കൂട്ടമാണ്, നിരാകൃതരാക്കി ചെയ്തു. ശരൗകേണ കൃതാഹ, അമ്പുകളുടെ കൂട്ടങ്ങൾ കൊണ്ട് നിരാകൃതരാക്കി ചെയ്തു. കേചിത് രണാജിരെ, ചിലർക്ക് യുദ്ധരംഗത്ത് സേനയെ അനുകരിക്കുന്ന ചിലർക്ക് പ്രാണനെ മോചിപ്പിക്കേണ്ടി വന്നു. ത്രിദശന്മാരുടെ അടിയേറ്റ്. അപ്പം ചിലരൊക്കെ ദേവന്മാരുടെ അടിയേറ്റ് വീണു. ചിലരൊക്കെ യുദ്ധരംഗത്ത് നിരന്തരം പ്രയോഗിച്ച അമ്പിൻ്റെ കൂട്ടം വന്നിട്ട് ചിലരൊക്കെ വീണു. അപ്പം നിരന്തരാശരൗഖേണ കേചിത് രണാജിരേ സേനാനുകാരിണ പ്രാണാൻ മുമുജുസ്ത്രിദശാർദ്ദനാഹ. അടുത്ത ശ്ലോകം. കേഷാഞ്ചിത് ബാഹവച്ഛിന്നാഹ ഛിന്നഗ്രീവാസ്തഥാപരേ. ഇനി കേചിത് ചിലർ, രണാജിരെ എന്ന് പറഞ്ഞാൽ യുദ്ധരംഗത്ത് എന്നർത്ഥം. കേഷാഞ്ചിത് ബാഹവച്ഛിന്നാഹ ഛിന്നഗ്രീവാസ്തഥാപരേ ശിരാംസി വേദുരന്യേഷാം അന്യേ മധ്യേ വിദാരിതാഹ. അതായത് ചിലരുടെ മധ്യഭാഗം പിളർക്കപ്പെട്ടു. വിശേഷേണ വിദാരിത, മുറിഞ്ഞു വീണെന്നർത്ഥം. മുറിക്കുക, പിളർക്കുക എന്നൊക്കെ അർത്ഥം ദാരിതം ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പം വിദാരിത എന്ന് പറഞ്ഞാൽ വിശേഷേണ ധാരിക്കപ്പെട്ടത്. മറ്റ് ചിലരുടെ നടു ഒടിഞ്ഞു വീണു. പിന്നെ വേറെ ചിലരോ ശിരാംസി വേദുരന്വേഷം, വേറെ ചിലർ തല അറുത്ത്, തല വേറെ പോയിട്ട് പെയ്തുഹു, തലയെ വേറെയാക്കി ചെയ്തു. ഛിന്നഹ ഗ്രീവാസ്തഥാപരേ, ആ കഴുത്തും തലയും മാത്രം വെച്ചിട്ട് ബാക്കി മുഴുവനും പോയി. അപ്പം കേഷാഞ്ചിത് മറ്റ് ചിലർ ബാഹവച്ഛിന്നാഹ, കൈ മുറിഞ്ഞവർ. ബാഹവച്ഛിന്നാഹ, കൈ മുറിഞ്ഞവർ. ബാഹവ എന്ന് പറഞ്ഞാൽ ബഹുവചനം. ബാഹു കയ്യ് ഒരെണ്ണം, ബാഹവഹ ബഹുവചനം കൈകൾ. ചിലർ കൈയൊക്കെ മുറിഞ്ഞു പോയിട്ടും മറ്റ് ചിലർ തലയറ്റുപോയിട്ടും ഭൂമിയിൽ പതിച്ചു. പിന്നെ വേറെ ചിലരുടെ പറയുന്ന അന്യേ മധ്യേ വിദാരിത, മധ്യഭാഗം വിദാരിതാഹ, പിളർക്കപ്പെട്ടു. അപ്പം ചിലരുടെയൊക്കെ നടു ഒടിഞ്ഞു, മറ്റു ചിലരുടെ തല പോയി, വേറെ ചിലരുടെ കയ്യും കഴുത്തും ഒക്കെ മുറിഞ്ഞു പോയി. കേഷാഞ്ചിത് ബാഹവച്ഛിന്നാഹ ഛിന്നഗ്രീവാസ്തഥാപരേ ശിരാംസി വേദുരന്യേഷാം അന്യേ മധ്യേ വിദാരിതാഹ. അടുത്ത ശ്ലോകം. വിച്ഛിന്ന ജംഘാസ്ത്വപരേ പേതുരുർവ്യാ മഹാസുരാഹ ഏകബാഹു അക്ഷിചരണാഹ കേചിത് ദേവ്യാ ദ്വിധാ കൃതാഹ. ദേവിയാൽ ദ്വിധാ കൃതാഹ, രണ്ടാക്കി ചെയ്തു. ചിലരെ ദേവി രണ്ടാക്കി ചെയ്തു. പിന്നെ ചിലരെ ഛിന്നമാക്കി. ജംഘ മുഴങ്കാല്. ചിലരുടെ മുഴങ്കാലിനെ മുറിച്ചു. പേതുഹു ഉർവ്യ, പതിച്ചു ഭൂമിയിൽ. ഭൂമിയുടെ ഇതാണ് പര്യായം. മഹാസുരാഹ
ഏകബാഹു അക്ഷിചരണാക കേചിത് ദിവ്യാദിതാകൃതാക. അപ്പോൾ വിച്ഛിന്ന ജംഘാസ്തു അവരെ ചിലരുടെ ജംഘയെ ഛിന്നമാക്കി. പേതുഹു ഉർവ്യാം മഹാസുരഃ പേതുഹു ഉർവ്യാം മഹാസുരാഹ. ഉർവി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പര്യായാണ്. അപ്പം ജംഘയെ മുറിച്ചിട്ട്, ജംഘ മുഴങ്കാല്, അതിനെ മുറിച്ചിട്ട് പേതുഹു ഉർവിയിൽ പതിച്ചു. ഇനി ഏക ബാഹു അക്ഷി ചരണം. ഏക ഒന്ന്, ബാഹു കയ്യ്, അക്ഷി കണ്ണ്, ചരണം കാല്. അപ്പോൾ ചിലരൊക്കെ ഒറ്റക്കണ്ണന്മാരും ഒറ്റ കൈയുള്ളവരും ഒറ്റക്കാലുള്ളവരുമായി തീർന്നു. കേചിത് ദിവ്യാദിതാകൃത. അങ്ങനെ എല്ലാവരെയും വിച്ഛിന്ന ജംഘാസ്ത്വവരെ പേതുരുർവ്യാം മഹാസുരാഹ ഏകബാഹു അക്ഷിചരണാഹ കേചിത് ദിവ്യാദ്വിധാകൃതാഹ. ഛിന്നേവി ചാന്യേ ശിരസി പതിതാ പുനരുദ്ധിതാഹ കബന്ധായുയുധുർദേവ്യ ഗൃഹീത പരമായുധാഹ. ഛിന്നേവി ഛിന്നമാക്കപ്പെട്ടു, അന്യേ ശിരസി ചിലരുടെ തലയൊക്കെ ഛിന്നമാക്കി പതിപ്പിച്ചു. പുനഃ വീണ്ടും ഉദ്ധിതാൻ കബന്ധ വീണ്ടും കബന്ധം, ആ തലയും കഴുത്തും രണ്ടും കൂടെ മാത്രം, അതാണ് കബന്ധം, തലയില്ലാത്ത ആള്. അപ്പം പുനഃ എന്ന് പറഞ്ഞാൽ വീണ്ടും, ഉദ്ധിത എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റു, വീണ്ടും എഴുന്നേറ്റു. കബന്ധങ്ങൾ യുയുധുർ ദേവിയോട് യുദ്ധം ചെയ്തു. ഛിന്നേവി ചാന്യേ ശിരസി പതിതാ പുനരുദ്ധിതാഹ കബന്ധോ യുയുധുർദേവ്യ ഗൃഹീത പരമായുധാഹ. ഇനി അത് ഒന്നും കൂടെ വായിക്കാം ഞാൻ, എന്നിട്ട് അർത്ഥം ഒന്നുകൂടെ പറയാം. പാതയാമാസ ചൈവാന്യാൻ ഖണ്ഡാസുന വിമോഹിതൻ അസുരാൻ ഭുവിപാശേന ബദ്ധ്വാചാന്യാനകർഷയത് കേചിദ്വിധാ കൃതാ തീഷ്ണൈഃ ഖഡ്ഗപാതൈസ്തഥാ പരേ വിബോധിതാ നിപാതേന ഗദയാ ഭുവിശേരതേ. വിമുശ്ച കേചിരുചിരം മുസലേന ഭൃശം ഹതാഃ കേചിന്നിപതിതാ തീഷ്ണൈഃ. ഛിന്നേവി ചാന്യേ ശിരസി പതിതാഃ പുനരുദ്ധിതാഃ കബന്ധാഃ യുയുധുർദേവ്യ ഗൃഹീത പരമായുധാഃ. പോരായ്മ തോന്നി ഞാൻ പഠിപ്പിച്ചത്, അതുകൊണ്ട് ഒന്നുകൂടെ വായിച്ചതാണ്. ഇനി മുഴുവൻ ഒന്നുകൂടെ വായിക്കാം. പാതയാമാസ ചൈവാന്യാൻ ഖണ്ഡാസുന വിമോഹിതാൻ അസുരാൻ ഭുവിപാശേന ബദ്ധ്വാചാന്യാനകർഷയത് കേചിദ്വിധാ കൃതാ തീഷ്ണൈഃ ഖഡ്ഗപാതൈസ്തഥാ പരേ വിബോധിതാ നിപാതേന ഗദയാ ഭുവിശേരതേ. വേമുശ്ച കേചിരുധിരം മുസലേന ഭൃശം ഹതാഃ കേചിന്നിപതിതാ ഭൂമൗ ഭിന്നാശൂലേന വക്ഷസി നിരന്തരാ ശരൗഖേണ കൃതാ കേചിരണാജിരേ സേനാനുകാരിണ പ്രാണാൻ മുമുജുസ്തൃതചാർദനാഃ കേഷാഞ്ചിത് ബാഹവഃ ഛിന്നാഃ ഛിന്നഗ്രീവാസ്തഥാ പരേ ശിരാംസി ഭേതുരന്യേഷാം അന്യേ ച
കേശാഞ്ചി ബാഹവച്ഛിന്നാഹ ഛിന്നഗ്രീവാസ്തഥാപരേ ശിരാംസി വേദുരന്യേഷാം അന്യേ മധ്യേ വിദാരിതാഹ വിച്ഛിന്നജംഘാസ്ത്വപരേ പേതുരുർവ്യാമഹാസുരാഹ ഏകബാഹു അക്ഷിചരണാഹ കേചിദ്ദേവ്യാ ദ്വിധാകൃതാഹ ഛിന്നേവി ചാന്യേ ശിരസി പതിതാ പുനര ഉദ്ധിതാഹ കബന്ധായുയുധോർദേവ്യ ഗൃഹീതപരമായുതാഹ. ഇനി ഇതിൻ്റെ അർത്ഥം ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിപ്പിക്കാം. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് വനങ്ങളിൽ കാട്ടുതീ പകരുന്നത് പോലെ ആ സിംഹം, ദേവിയുടെ വാഹനമായ സിംഹം രണാങ്കണത്തിൽ ഓടി നടന്നു, കുറേ അസുരന്മാരെയൊക്കെ കൊന്നു. ദേവിയുടെ ഒരു ശരം കൊണ്ട് അസുരന്മാരുടെ കൈകൾ ഛേദിച്ചു പോയി, വേറൊരു ശരം കൊണ്ട് അസുരന്മാരുടെ കഴുത്ത് തെറിച്ചു പോയി, മറ്റൊരമ്പ് കൊണ്ട് വേറെ ചിലരുടെ തലകളും വേറൊരമ്പ് കൊണ്ട് മധ്യപ്രദേശവും ഛേദിച്ചു. ഇങ്ങനെ ദേവി ചില വിചിത്ര പ്രയോഗങ്ങൾ നടത്തി. വിച്ഛിന്ന ജംഘാസ്തവരെ, അസുരന്മാരിൽ ചിലർ കണങ്കാൽ മുറിഞ്ഞ് ഭൂമിയിൽ വീണു. ഒരു കയ്യ്, ഒരു കണ്ണ്, ഒരു കാല് എന്നിങ്ങനെ രണ്ടെണ്ണമുള്ളതിൽ ഒന്ന് വീതം അപ്പം ചിലർ എന്ത് ചെയ്തു, ദേവിയുടെ ശരം കൊണ്ട് അസുരന്മാരുടെ കണ്ണുകളും കാതുകളും ചെവിയും പിന്നെ എന്തൊക്കെയാണ് ശരീരത്ത് ബാഹുക്കൾ എല്ലാം പോയി. പിന്നെ മറ്റൊരമ്പ് കൊണ്ട് വേറെ ചിലരുടെ തലകളും, പിന്നെ ഒരമ്പ് കൊണ്ട് മധ്യപ്രദേശവും മുറിഞ്ഞു. ഇങ്ങനെ ദേവി ചില വിചിത്ര പ്രയോഗങ്ങൾ നടത്തി. ഇനി അസുരന്മാരിൽ ചിലർ കണങ്കാൽ മുറിഞ്ഞ് ഭൂമിയിൽ വീണു. ഒരു കയ്യ്, ഒരു കണ്ണ്, ഒരു കാല് എന്നിങ്ങനെ രണ്ടെണ്ണമുള്ളതിൽ ഒന്ന് വീതം മുറിച്ചു കളഞ്ഞു. അസുരന്മാരും ആ യുദ്ധഭൂമിയിൽ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ മുറിഞ്ഞ കണ്ണും കൈയും കാലും ഒക്കെ ഉള്ളവർ ഒന്ന് വീതം അവരുടെ എല്ലാം ഓരോന്ന് ദേവി മുറിച്ചു കളഞ്ഞു. അപ്പോൾ ഇത്രയാണ് ആകെ ഉള്ളത്. അർത്ഥവും പറഞ്ഞു. 40ാമത്തെ ദിവസത്തെ ക്ലാസ്സായിരുന്നു. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഹരി ഓം നാരായണ. അമ്മേ നാരായണ. സകലം ശ്രീദേവി അർപ്പണമസ്തു. അപാരാധസഹസ്രാണി ക്രിയന്തേ ഹർനിശം മയാ ദാസോയ